മൊത്തം 13 ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരത്തെ വിറ്റു. പിന്നെ ഇപ്പോൾ വെള്ള തറമ്പിൽ വന്നതിന് ശേഷം 2 വിറ്റു. അത് ചെന നിറച്ച് കൊടുക്കുക. കാരണം നമ്മൾ ഇപ്പോൾ ഈ പരത്തിൽ കൊടുത്താൽ നമുക്കൊരു വിലയും കിട്ടില്ല. കൊടുക്കാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ 6 ഉണ്ട് കൂട്ടിൽ. മുള്ളൻകൊല്ലി ശിശുമലയിൽ ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടു. കുഴൽക്കിണറുകളിൽ പോലും ഒരു തുള്ളി വെള്ളമില്ല. പശുക്കൾക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാത്ത അവസ്ഥ. പച്ചപ്പുല്ലിൻ്റെ നാമ്പ് പോലും എങ്ങുമില്ല. പിന്നെ വിറ്റൊഴിവാക്കുകയല്ലാതെ എന്ത് ചെയ്യും? 5 ലക്ഷം രൂപ ചെലവിൽ കറവയന്ത്രവും കുളിപ്പിക്കുന്ന യന്ത്രവും ജനറേറ്ററുമൊക്കെയായി തുടങ്ങിയ ഫാമിൽ ഒരു പശുക്കിടാവ് പോലും ഇപ്പോഴില്ല. 15 പശുവും 9 കിടാവും ഉണ്ടായിരുന്നു. അതിന് വിറ്റ് കളഞ്ഞു. കാരണം ഇതൊക്കെ കുടിക്കാനുള്ള വെള്ളമില്ല. നമുക്ക് വണ്ടിക്കടിച്ചിട്ട് ഇത് മുതലാവുകയില്ല. ഇതിന് 5 ലക്ഷം രൂപേൻ്റെ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട്. മെഷീനും സാധനങ്ങളെല്ലാം മേടിച്ചപ്പോൾ ഇത് നമുക്ക് മുതലാവില്ല. കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ചൂടുകാലത്ത് പശുക്കളെ ദിവസവും കുളിപ്പിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് കർഷകർ പറയുന്നു. രാവിലെ കറക്കുന്ന മുമ്പും വൈകുന്നേരം കറക്കുന്ന മുമ്പും കുളിപ്പിച്ചിട്ടിരുന്ന ഇപ്പോൾ കുളിപ്പിക്കാൻ പോയിട്ട് ഇത് അകിട് പോലും ശരിക്കും നമ്മൾ ആ ചാണകം ഉള്ളത് മാത്രം മുല 4 കഴുകി മോട്ടോർ കൊടുക്കുക. അല്ലാണ്ട് അകിട് പോലും ശരിക്കും കഴുകാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലുള്ള കാര്യങ്ങൾ. ചൂട് കാരണം പാലുൽപാദനം കുറഞ്ഞതോടെ ചണ്ണോത്തുകൊല്ലി ക്ഷീരസംഘത്തിലെ പ്രതിദിന സംഭരണം 600 ലിറ്ററോളം കുറഞ്ഞു. വെള്ളം തീറ്റയുടെ കുറവുണ്ട്. തീറ്റ പച്ചപ്പുല്ലില്ല. ഗുരുതരമായ സാഹചര്യം മറികടക്കാൻ പഞ്ചായത്ത് അധികൃതരുടെ ഇടപെടൽ കാത്തു നിൽക്കുകയാണ് മേഖലയിലെ ക്ഷീരകർഷകർ. മാതൃഭൂമി ന്യൂസ്, വയനാട്.